നമസ്കാരം. നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണോ? ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണോ എങ്കിൽ ഇതാ വരാൻ പോകുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അത് ഏകദേശം ഈ മെയ് ജൂണോടുകൂടി കഴിഞ്ഞിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ 2024 ഏകദേശം ജൂൺ ജൂലൈയോടുകൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ എക്സാമിനേഷനും അതിൻ്റെ നോട്ടിഫിക്കേഷൻസും അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനുവേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, സാലറി എന്താണ്, അതുപോലെ തന്നെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര ആൾക്കാർക്ക് ജോലി കിട്ടി എന്നുള്ള കാര്യങ്ങളും നമുക്കൊന്ന് റഫായിട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ 125 2018 വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 24/10/2018 ആയിരുന്നു. ദെൻ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 35,700, 75,600 അപ്പോൾ ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 35,700 അപ്പോൾ ഇതിൻ്റെ DA ഉൾപ്പെടെ ഏകദേശം 50,000 രൂപയോളം സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ദെൻ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്, അതായത് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും അവസാനമായിട്ട് അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത് 29/12/2023 അത് കഴിഞ്ഞ വർഷമാണ്. മൊത്തം ആൾക്കാർക്ക് ജോലി കിട്ടിയിരിക്കുന്നത് 57 പേരാണ്. അപ്പോൾ ഇത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വളരെ കുറച്ച് വേക്കൻസീസ് മാത്രമാണ് പറഞ്ഞിരുന്നത്, ലെസ് ദാൻ 5 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എത്ര പേർക്ക് ജോലി കിട്ടിയെന്ന് നോക്കണം, 57 പേർക്ക് ജോലി കിട്ടിയെന്ന് പറയണം. അപ്പം ഇതിന് എത്ര മടങ്ങാണ്, അതായത് മോർ ദാൻ 10 ടൈംസ് ഇത് അപ്പോയിൻമെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ആൾക്കാരെ ഇവിടെ പിന്നീട് വരുന്ന ഒഴിവുകളിലേക്ക് അപ്പോയിൻമെൻറ്റ് നടക്കുക. അതായത് പിന്നീട് 3 വർഷം ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ആ 3 വർഷം വരുന്ന എല്ലാ ഒഴിവുകളിലേക്ക് അപ്പോയിൻമെൻറ്റ് നടക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസീസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് പറയാത്ത 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതൊക്കെ ആർക്കാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ഉള്ളത്, അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആർക്കൊക്കെ പറ്റും. എല്ലാ ഓൾ ബിടെക് ഗ്രാജുവേറ്റ്സ്, എല്ലാ ബിടെക് ഗ്രാജുവേറ്റ്സിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി, അവിടെ പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ ബിടെക് 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ആയ ആൾക്കാരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എലിജിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സാണ്. അതായത് നിങ്ങൾക്ക് റിസർവേഷൻ ഒന്നുമില്ല. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 36 ഇയേഴ്സ് ആയാൽ മതി. ദെൻ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കാട്ട് ക്രോസ് ചെയ്ത് പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 36 വയസ്സായിരിക്കണം. അതുപോലെ തന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് OBC, SC, ST ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നവർ 39 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ സാലറി സ്കെയിലൊക്കെ റിവൈസ് ചെയ്യും. എവറി 5 ഇയർ റിവിഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് അതും വളരെ ക്രിട്ടിക്കലാണ്. 57 പേര് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മെയിൻ ലിസ്റ്റിൽ വരുന്ന ഏകദേശം ഒരു 75-80% ആൾക്കാർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടും. ഇനി നമുക്ക് സിലബസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിനേഷന് കണ്ടക്ട് ചെയ്ത സിലബസ് ആണ്. അതായത് PSC എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വരുന്ന എക്സാം ഡേറ്റിന് 2 മാസം മുമ്പായിരിക്കും നമുക്ക് സിലബസ് അവൈലബിൾ ആക്കി കിട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പ്രീവിയസ് സിലബസ് ആണെങ്കിൽ ആ സിലബസ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും വരിക. ഒരുപക്ഷെ ഇതേ സിലബസ് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. എന്നാലും നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സമയം ഏകദേശം 2-3 മാസം വരെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പ്രീവിയസ് സിലബസ് ആണ്. ആ സിലബസിൽ വരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്, ആ ടോപ്പിക്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർട്ട് 1 എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്ത് സിവിൽ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം എല്ലാ ബിടെക്കാരും ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്നതും സെക്കൻഡ് ഇയറിലൊക്കെ
ആയിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതിനകത്തേക്ക് വരിക. ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും നിങ്ങൾ ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള വരുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിൽ 20 മാർക്കിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. അത് 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാർക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. അതിൽ 20 ക്വസ്റ്റ്യൻ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നായിരുന്നു. അപ്പോൾ നല്ലൊരു പാർട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ആൻഡ് സർവേയിങ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് സിലബസിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുക. അപ്പോൾ മെയിൻ ടോപ്പിക്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്, മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ആൻഡ് സർവേയിങ്. ഇനി പാർട്ട് 2 വന്നു കഴിഞ്ഞാലോ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബിടെക്കാരും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, പ്രൊജക്റ്റ് അനാലിസിസ്. ഇപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. 5 മാർക്കാണ് ഇതിനകത്ത് നിന്ന് ചോദിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു കോമൺ സബ്ജക്റ്റാണ്, എല്ലാ ബിടെക്കാരും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പാർട്ട് 3 നോക്കുകയാണെങ്കിലോ, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചിരിക്കുന്ന 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് 15 ക്വസ്റ്റ്യൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്തൊക്കെയാണ്? തെർമോഡൈനാമിക്സ്, IC എഞ്ചിൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, മെഷീൻ ടൂൾസ്, എമിഷൻ സ്റ്റാൻഡേർഡ്സ്. ഇത്രയുമാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഓൾറെഡി അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് സിലബസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് പോവുക. ഓരോ ടോപ്പിക്കും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ മെയിൻ ടോപ്പിക്സിന് അണ്ടർ വരുന്ന സബ് ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി പാർട്ട് 4 നോക്കിയാലോ, ഏതൊക്കെയാണ് വരുന്നത്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചോദിക്കുന്നത്. വളരെ മേജർ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പാർട്ട് യു ക്യാൻ എക്സ്പെക്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഏതൊക്കെയാണ് ഇതിൻ്റെ സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ്, 3-phase സിസ്റ്റംസ്, ജനറേഷൻ ഓഫ് പവർ ആൻഡ് ഇലക്ട്രിക്കൽ മെഷീൻസ്. അപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർ അവർ ഏകദേശം ഒരു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായിട്ട് പഠിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് ഇതിനകത്ത് കവർ ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചുകാർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ആ ബേസിക് ലെവലിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മളിത് എടുത്തു തരിക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സബ് ടോപ്പിക്സിൽ വരുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. 25 മാർക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പാർട്ട് 5 നോക്കുകയാണെങ്കിലോ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെയും ചോദിച്ചിരിക്കുന്ന 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്നുണ്ട്. ഇത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, ഡേറ്റ പ്രസൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പ്രോബ്ലംസ് സോൾവിംഗ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ ഇത്രയുമാണ് ഈ 20 മാർക്സ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പാർട്ടിൽ നിന്ന് ചോദിക്കുക. അപ്പം ഇത്രയുമാണ് മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും, ഇപ്പം ഇലക്ട്രോണിക്സ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും അതിനെപ്പറ്റി വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സിലബസ് വെച്ചിട്ട് നിങ്ങൾ ബേസിക്സ്, അതായത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സുകളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ന്യൂമറിക്കൽസിനെ നമ്മൾ പൊതുവേ പറയുക റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ്. അതായത് നോർമലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് 75 to 80% ആൾക്കാർ അത് ആൻസർ ചെയ്യും. പക്ഷേ ഈ ന്യൂമറിക്കൽസ് ഒക്കെ എന്ന് പറയുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇനി നമ്മൾ ഇവിടെ റിലയൻറ്റ് അക്കാദമി ഇതിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 മോഡ് ഓഫ് ക്ലാസ്സസ് ആണ് വരിക: ഓൺലൈൻ ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. അപ്പം ഇതെന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഇരുന്നു കൊണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതിനുള്ള ഷെഡ്യൂൾ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് തരും. വളരെ കൺവീനിയൻറ്റ് ടൈമിലായിരിക്കും ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവുക.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ഡയറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും. ദെൻ റെക്കോർഡഡ് ക്ലാസ് നമുക്കറിയാം, ഇപ്പോൾ ഓൾമോസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എല്ലാവരും തന്നെ എൻഗേജ്ഡ് ആയിരിക്കും, അവർ എന്തെങ്കിലും തന്നെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ആ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ അവൈലബിൾ ആക്കി തരും. ആ മെറ്റീരിയൽസും പ്ലസ് നമ്മളുടെ ക്ലാസ്സസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഈ റെക്കോർഡഡ് ക്ലാസ് എല്ലാം തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനും അവൈലബിൾ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പം റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാവർക്കും തന്നെ അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരുപാട് ടെസ്റ്റുകൾ ഓരോ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടും ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാംസ് നടത്തും. ആ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു 3 മോഡ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്: ഓൺലൈൻ ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. ഇനി ഞങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഓരോ ടോപ്പിക്സും വെച്ചിട്ട് എക്സാമിന് വരുന്ന പാറ്റേണിൽ അല്ലെങ്കിൽ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ടോപ്പിക്സിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് വെച്ചിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അല്ലെങ്കിൽ വളരെ ഫണ്ടമെൻ്റലുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ദെൻ കംപ്ലീറ്റ് ക്ലാസ്സസ് അവൈലബിൾ ഇൻ ഹൈ ക്വാളിറ്റി വീഡിയോസ്, പ്രാക്ടീസ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. അപ്പം ഓരോ ടോപ്പിക്സിനെ പറ്റിയും നിങ്ങൾക്ക് എന്താ പറയുക, ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേയധികം ടോപ്പിക്സ് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാംസ് വർക്കൗട്ട് ചെയ്യുക, അവിടെ വരുന്ന ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന അതൊക്കെ നിങ്ങൾ കൂട്ടുക. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാക്ടീസ് ടെസ്റ്റുകൾ എഴുതി ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് എത്തണം. ദെൻ ടെസ്റ്റ് പേപ്പർ ഡിസ്കഷൻസ്, ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസും അതുപോലെ തിയറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തരും. ദെൻ യു ക്യാൻ അനലൈസ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ദെൻ എന്താണ് നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതെല്ലാം തന്നെ ടെസ്റ്റ് പേപ്പർ ഡിസ്കഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, അതായത് നിങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ് ആണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താണ് പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളത്. അതായത് ഇത് പഠിപ്പിക്കുന്ന ഓരോ ടോപ്പിക്സും എടുക്കുന്ന സ്റ്റാഫിൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് കോൾ ചെയ്തോ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് നോട്ട് ഇൻ PDF ഫോമാറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ ടോപ്പിക്സും കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാവുന്നതാണ്. അപ്പം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന വളരെ എന്താ പറയുക, ഒരു നല്ലൊരു പോസ്റ്റാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരും കാത്തിരിക്കുന്ന ഗോൾഡൻ ചാൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 3 ഇയേഴ്സ് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരിക. ദെൻ അഗെയിൻ അതിൻ്റെ ബാക്കി എക്സാംസും റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വീണ്ടും 1-2 വർഷം കൂടി എടുക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് വരുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അപ്പോൾ ഇത് മിസ്സാക്കാതിരിക്കുക. എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരാം, ഇത്രയും ആൾക്കാർ എടുക്കുമോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ പെട്ടതിൽ 75% ആൾക്കാരെയും നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെയിൻ ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. ആ മെയിൻ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും, അതായത് ഈ പറഞ്ഞ ഒരു എബോവ് 75% ആ ഒരു റേഞ്ചിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും ജോലി കിട്ടുക. അപ്പോൾ അവിടെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമലി കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിലും നമ്മൾ ഒരു 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്സ് നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ നല്ല റാങ്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ, റാങ്ക് ലിസ്റ്റ് നല്ലൊരു പൊസിഷനിലേക്ക് എത്താനും അതുവഴി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് കൂടുക. ഇനി അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. അതായത് നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ നോർമലായിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു എക്സ്പേർട്ട് കോച്ചിങ് വഴി നിങ്ങൾക്ക് കൂടുതൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതുവഴി ഈ ബാക്കി ഈ പറയുന്ന നോർമൽ അല്ലാണ്ട്, അതായത് എബോവ് ആവറേജിൽ വരുന്ന ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് ഈ ഒരു കോച്ചിങ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിലയൻ്റ് അക്കാദമി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ഈ മാസം തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിന് സീരിയസ് ആയിട്ട് എടുക്കുക. ഈ ഒരു ജോലി മുന്നിൽ കണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്